വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 36 വരെ. വിശുദ്ധ ലൂക്കോസ് 6:27 മുതൽ. യേശു അരുൾ ചെയ്തു, കേൾവിക്കാരായ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചകിട്ടത്തെ അടിക്കുന്നവനെ മറ്റേ ചകിടും കാണിച്ചു കൊടുക്കുവിൻ, പുറംകുപ്പായം എടുക്കുന്നവന് അഹംകുപ്പായം കൂടി വിട്ടുകൊടുക്കുവാൻ മടിക്കരുത്. ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക, നിങ്ങളുടെ വസ്തുവകൾ അപഹരിച്ചവനോട് തിരികെ ചോദിക്കരുത്. മനുഷ്യൻ നിങ്ങളോട് എപ്രകാരം ചെയ്യണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അപ്രകാരം തന്നെ അവരോടും ചെയ്യുവീൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളും സ്നേഹിച്ചാൽ നിങ്ങളുടെ മേന്മയെന്ത്? പാപികൾ പോലും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു. തിരികെ കിട്ടുമെന്ന് കരുതി വായ്പ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് മേന്മ? പാപികൾ പോലും തിരികെ കിട്ടുമെന്ന് കരുതി പാപികൾക്ക് വായ്പ കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, വായ്പ കൊടുക്കുവിൻ, ആരെയും നിരാശപ്പെടുത്തരുത്. നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ദുഷ്ടന്മാരോടും നീതികെട്ടവരോടും കരുണ കാണിക്കുന്ന അത്യുന്നതൻ്റെ മക്കളായി നിങ്ങൾ തീരും. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുവിൻ താനല്ല ചെയ്തു. ഇരിക്കാമല്ലോ. വലിയ നോമ്പിലെ 2-ാം തിങ്കളാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗങ്ങൾ വായിച്ചു കേട്ടു. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമ്മൾ വായിച്ചു കേട്ട തിരുവചനങ്ങൾ എണ്ണചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധരായി തീർന്ന വഴി നമ്മൾ നിരീക്ഷിക്കുകയാണ്, അത് തിരിച്ചറിയുകയാണ്. നോമ്പിൻ 2-ാം വാരത്തിൽ ഇന്നലെ ദിവസം നമുക്ക് പാപത്തിൻ്റെ കുഷ്ഠം വരുന്നത് ഏതെല്ലാം വഴിയിലാണ്, ഏതെല്ലാം വഴികളിലൂടെ പാപവും അശുദ്ധിയും ഒരു കുഷ്ഠരോഗം നമുക്ക് വരുമെന്നുള്ള കാര്യം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ച അതിൽ നിന്ന് നോക്കിയിട്ട് ഉൾക്കാഴ്ച ഇതാണ്: നമ്മുടെ ധിക്കാരത്തോടും അഹങ്കാരത്തോടും കൂടിയുള്ളതായ പെരുമാറ്റങ്ങൾ ദൈവവചനത്തിനെതിരായി അത് കുഷ്ഠമായി തീരുമെന്ന് 2 ദിനവൃത്താന്തം 26-16-19 വരെയുള്ള ഭാഗത്തിൽ നമ്മൾ കേട്ടു. കഴിഞ്ഞ കാല ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ധിക്കാരത്തോടെ നമ്മളും പലത് അറിഞ്ഞോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നമുക്കോ നമ്മുടെ മക്കൾക്കോ കുഷ്ഠമായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്തുവാൻ നമ്മുടെ ഈ 50 നോമ്പിലെ പ്രാർത്ഥനയും കുമ്പിടിയിലും ദൈവാരാധനയും എല്ലാം ഉതകട്ടെ എന്നാശംസിക്കുന്നു. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ വിശുദ്ധ വേദപുസ്തകം എഡിറ്റ് ചെയ്ത എഡിറ്റർ ഒരു ധ്യാനക്കുറിപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. പുസ്തകമൊക്കെ തുറന്നു നോക്കി നമുക്കത് സമയം കുറവായതുകൊണ്ട് അത് വായിക്കുന്ന എളുപ്പമാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 26-19 നിഗളം നിമിത്തം സംഭവിച്ച നാശം എന്ന തലക്കെട്ടിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ 524-ാം പേജിൽ അങ്ങനെ ഒരു ചെറിയ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. വേദപുസ്തകം മുഴുവൻ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സത്യവേദപുസ്തകം എഡിറ്റ് ചെയ്ത ആ എഡിറ്റർ വേദപുസ്തകം പഠിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി തൻ്റെ അനുഭവം, തൻ്റെ കാഴ്ചപ്പാട്, തൻ്റെ പരിജ്ഞാനം നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. നിഗളം നിമിത്തം സംഭവിച്ച നാശം. ദൈവജനത്തെ തകർക്കുവാൻ സാത്താൻ വിദഗ്ധമായി ഉപയോഗിക്കുന്ന ആയുധമാണ് നിഗളം. തങ്ങളുടെ ബലത്തിലും ധനത്തിലും പ്രതാപത്തിലും മഹത്വത്തിലും നിഗളിച്ച അനേകരെ സർവശക്തനായ ദൈവം ശിക്ഷിച്ചു. ആ ശിക്ഷിച്ച സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദ രാജവംശത്തിലെ 5-ാമത്തെ രാജാവായ ഉസിയാവിന് ഉണ്ടായ ദൈവത്തിൻ്റെ ശിക്ഷ അവയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. 16-ാമത്തെ വയസ്സിൽ രാജ്യഭരണം ഏറ്റെടുക്കേണ്ടി വന്ന ഉസിയാവ് ദൈവഭയത്തോടും ഭക്തിയോടുമായിരുന്നു തൻ്റെ വാഴ്ച ആരംഭിച്ചത്. അവൻ ദൈവത്തിന് പ്രസാദകരമായത് ചെയ്തു. 3,07,500
യോദ്ധാക്കളുള്ള പ്രബല സൈന്യത്തെ വാർത്തെടുത്ത ഉസിയാവിൻ്റെ കീർത്തി ബഹുദൂരം പരന്നു. ഇപ്രകാരം പ്രശസ്തിയുടെ പടവുകൾ കയറിക്കൊണ്ടിരുന്നപ്പോൾ ഉസിയാവിൽ കടന്നുകൂടിയ നിഗളം യഹോവയുടെ ആലയത്തിലെ ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചു. വിശുദ്ധീകരിക്കപ്പെട്ട അഹറോന്യ പുരോഹിതന്മാർക്ക് മാത്രമേ വിശുദ്ധ മന്ദിരത്തിൽ യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അസരിയ പുരോഹിതനും മറ്റ് 80 പുരോഹിതന്മാരും അവനെ തടഞ്ഞപ്പോൾ അവൻ കോപിഷ്ഠനായി ധൂപം കാട്ടുവാനായി ധൂപകലശം പിടിച്ചിരിക്കുമ്പോൾ തന്നെ ഉസിയാവിൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. 2 ദിനവൃത്താന്തം 26-19. ഉടനെ തന്നെ അവനെ മന്ദിരത്തിൽ നിന്ന് പുറത്താക്കി. തൻ്റെ ശിഷ്ടായുസ് മുഴുവൻ അവൻ കുഷ്ഠരോഗിയായി കഴിഞ്ഞു. ഭൗതികമായ ശ്രേഷ്ഠതകളും സൗഭാഗ്യങ്ങളും മനുഷ്യൻ നേടിക്കഴിയുമ്പോൾ അവനിൽ കടന്നു വരുന്ന അഹന്ത അഥവാ നിഗളം ആത്മീയ അധികാരങ്ങൾക്ക് വേണ്ടി ഉള്ള അന്തർദാഹം അവനിൽ ജനിപ്പിക്കുന്നു. തദനന്തരം അവൻ്റെ ധനത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെയും സ്വാധീനത്താൽ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരെയും നിയന്ത്രിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. വിശുദ്ധമായ ദൈവിക ആരാധനകളെയും ശുശ്രൂഷകളെയും നിയന്ത്രിക്കുന്നത് അത്യുന്നതനായ ദൈവമാണെന്ന് മനസ്സിലാക്കാതെ നിഗളത്തിന് അടിമപ്പെട്ട് മനുഷ്യൻ ഭൗതിക സ്ഥാനമാനങ്ങൾ കൊണ്ട് അത് കൈയടക്കുവാൻ ശ്രമിച്ചാൽ തൻ്റെ കോപത്തെ ജ്വലിപ്പിക്കുമെന്ന് ഉസിയാവിനെ കുഷ്ഠരോഗം കൊണ്ട് ശിക്ഷിച്ച സർവശക്തനായ ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാ തലമുറകളിലും ഇതുപോലെ നിഗളത്താൽ അഹങ്കാരത്താൽ കുഷ്ഠരോഗം പിടിച്ചവരുണ്ട്. ആ കുഷ്ഠരോഗം ശരീരത്തിൽ വരണമെന്നില്ല, അത് അകത്ത് തന്നെ ഒതുങ്ങിയിരിക്കാം. കുഷ്ഠരോഗത്തിന് അങ്ങനെയും ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ കേട്ടു. കുഷ്ഠരോഗം പുറത്ത് ഇല്ലെങ്കിലും അകത്ത് കുഷ്ഠം തുടരുന്ന അവസ്ഥ ഇന്നലെ കർത്താവ് സൗഖ്യമാക്കിയെന്ന് നമ്മൾ വായിച്ചതായ വേദഭാഗത്തിലെ ഒരു കുഷ്ഠരോഗിക്ക് അനുഭവപ്പെട്ടു. കർത്താവ് തൊലിപ്പുറത്തെ കുഷ്ഠരോഗം മാറ്റി അകത്തെ കുഷ്ഠം മാറാൻ വേണ്ടി പുരോഹിതൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം, നേർച്ച കാഴ്ചകൾ അർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത് ആ കുഷ്ഠരോഗിക്ക് മനസ്സിലായില്ല. കുഷ്ഠരോഗിക്ക് തൊലിപ്പുറത്ത് കിട്ടിയതായ ആ സൗന്ദര്യം കൊണ്ട് അഹങ്കാരം ഉണ്ടായി. കർത്താവ് പറഞ്ഞതിനെ ധിക്കരിച്ചിട്ട് കാണുന്നവരോടെല്ലാം സാക്ഷ്യം പറയാൻ തുടങ്ങി. അത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് തടസ്സം വന്നു. കർത്താവ് അതുകൊണ്ട് തൻ്റെ വേല മുടക്കിയിട്ട് വിജനപ്രദേശത്ത് പോയി ഒളിച്ചിരിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അമിതമായ മമതയും അമിതമായ സ്നേഹവും അമിതമായ സ്നേഹപ്രകടനങ്ങളും ബന്ധനമാകാം, അത് വേലയ്ക്ക് തടസ്സമാകാം, മറ്റുള്ളവർക്ക് ഇടർച്ചയാകാം എന്നൊക്കെയുള്ള വാദം നമ്മൾ ഇതിൽ പഠിച്ചു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ പൂർവ്വികരും ബന്ധങ്ങളിൽ കൂടിയുള്ള ബന്ധനങ്ങൾ നമ്മൾക്ക് കടത്തിവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ തലമുറകളിലെ ബന്ധങ്ങളിൽ കൂടിയുള്ള ബന്ധനങ്ങളെ നമ്മളിലേക്ക് വിട്ട മാതാപിതാക്കൾ അവിടെ പോയി ദുഃഖിക്കുകയാണ്. അതിൻ്റെ കെടുതികൾ നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വേദഭാഗത്തിൽ ആ വിഷയം തുടരുകയാണ്. ബന്ധങ്ങൾ അമിതമായ മമതയായി മാറാം, ബന്ധങ്ങൾ അമിതമായ കോപമായി വെറുപ്പായിട്ട് മാറാം. ഇത് രണ്ടും മാറി മാറി വരാൻ, ഇത് രണ്ടും ദോഷം ചെയ്യുന്നതും പിശാചിന് അവകാശമുള്ളതാണ്. ആ അമിതമായ മമത ഒരാളോട് തോന്നിയാൽ ഉടനെ ആ വിവരം ദൈവത്തെ അറിയിക്കണം. ദൈവത്തിൽ കൂടി ആ ബന്ധം കറക്റ്റ് ചെയ്തോണം, അല്ലെങ്കിൽ അത് പിശാച് ചേർന്ന ഇടമായി മാറും. ആരോടെങ്കിലും വിരോധം തോന്നിയാൽ ആ വിവരം അറിയിച്ചേക്കണം. കർത്താവ് എനിക്ക് ഇന്നോട് അങ്ങോട്ട് ഇണങ്ങാനൊക്കുന്നില്ല, വിരോധം തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു, ആ കാര്യം വിവരം അറിയിച്ചാൽ അതിനും കാരണങ്ങൾ കാണും. അതെല്ലാം നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതെല്ലാം ശാപമായിത്തീരും, ഇതെല്ലാം ബന്ധനമായിത്തീരും. അമിതമായ മമതകളും അമിതമായ സ്നേഹപ്രകടനങ്ങളും എല്ലാം പുറകിൽ പിശാചിൻ്റെ കളിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ വിചാരങ്ങളെയും പ്രാർത്ഥന വിഷയമാക്കണം. അതൊന്നും അതേപടി ഏറ്റെടുക്കാൻ പാടില്ല. തലയായ കർത്താവിലേക്ക് ഇതെല്ലാം ഇട്ട് തല വേണം അതിനെ നിയന്ത്രിക്കാൻ. അപ്പോൾ എല്ലാം ഉചിതമായും ചന്തമായും നടക്കും എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ വേദഭാഗത്തിലേക്ക് വന്നാൽ
അതിന് ചില ദൃഷ്ടാന്തങ്ങൾ നോമ്പിലെ 2-ാം തിങ്കളാഴ്ച ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗം നമ്മൾ വായിച്ചു കേട്ടു. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു, ഒരു പെൺമകളും ഉണ്ടായിരുന്നു. ആ മകളുടെ പേര് ദീനാമ്മ. ദീനാമ്മയ്ക്ക് പറ്റിയൊരു അപകടം. എന്താ ദീനാമ്മയ്ക്ക് പറ്റിയ അപകടം? ദീനാമ്മയ്ക്ക് അങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒന്ന് ലാസണമെന്ന് തോന്നി, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നി. ആ തോന്നൽ വർദ്ധിച്ചില്ലെങ്കിൽ ഇനി നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ബോറടിക്കും, എന്നാൽ ഇങ്ങനെ അടുത്ത് ഒന്ന് പോയേക്കാം, ഇന്നേരം ഒന്ന് കണ്ടേക്കാം എന്നൊക്കെ തോന്നും. പക്ഷെ അതിൻ്റെ പുറയിൽ ഒരു കെണിയിരിപ്പുണ്ട്, പിശാചിൻ്റെ കെണിയുണ്ട്. അപ്പം ദീനാമ്മ ഈ കാര്യം അപ്പനോടോ അമ്മയോടോ പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, തന്നെ ഇറങ്ങി അങ്ങ് പോയി. കാരണം എല്ലാവർക്കും വലിയ സ്നേഹവും ഇഷ്ടമായിരുന്നു. ഒരു പെങ്ങളെ ഉള്ളൂ, ആങ്ങളമാർക്ക് ഒരു പെൺമകളെ ഉള്ളതുകൊണ്ട് അപ്പനും അമ്മയ്ക്കും ഭയങ്കര സ്നേഹം. ആ സ്നേഹത്തെ അവൾ ശരിക്കും അങ്ങ് മുതലെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവളൊന്ന് ലാസാൻ പോയി. അപ്പം അതിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? പിശാചുണ്ടായിരുന്നു. ആ പിശാചുണ്ടായിരുന്നുകൊണ്ട് ഇവളോട് അമിതമായ മമത ഒരാൾക്ക് തോന്നി. അല്ലാത്ത പ്രേമം കയറി അങ്ങ് പിടിച്ചു, കൊണ്ടുപോയി ബലാസംഗം ചെയ്തു. അതെന്തെല്ലാം പ്രശ്നത്തിലേക്ക് നീങ്ങി. ആ വംശത്തെ മുഴുവൻ അരിഞ്ഞ് തകർത്ത് കൊല്ലത്തക്ക തരത്തിൽ പ്രതികാരമായിട്ട് യാക്കോബിനും മക്കൾക്കും അത് മാറി. അങ്ങനെ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഒരു പെൺകുട്ടിയുടെ അമിതമായ സ്വാതന്ത്ര്യ ദുർവിനിയോഗം, തനിക്കുണ്ടായ വിചാരങ്ങൾ പ്രാർത്ഥിക്കാതെ അനുസരിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം, അത് വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും വംശനാശത്തിലേക്കും പോയി. ദീനാമ മുഖാന്തരം ആ ദേശത്തുണ്ടായിരുന്നൊരു വംശം മുഴുവനും തകർന്നുപോയി. അത് യാക്കോബിൻ്റെ ഒരു ബലഹീനത മോൾക്കുണ്ടായിരുന്നതാണ്. യാക്കോബിന് അത്യാഗ്രഹം ഉണ്ടായിരുന്നു പല കാര്യത്തിനോട്. അതാ അപ്പനിൽ നിന്ന് കിട്ടിയ സ്വഭാവമായത്. ഏതാ? ഏശാവിൻ്റെ അനുഗ്രഹം തട്ടിയെടുക്കണമെന്ന് തോന്നി. ഇങ്ങനെ കഴിഞ്ഞ തലമുറയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ബലഹീനതകൾ അപ്പൻ വഴി, അമ്മ വഴി, അമ്മാച്ചൻ വഴി, ഇതുവരെയെല്ലാം നമ്മുടെ രക്തത്തിൽ കിടന്ന് കളിക്കും. അത് പിശാച് അതിനെ മുതലെടുത്തുകൊണ്ടാണ് നമ്മളെ അരുതാത്തത് ചെയ്യാൻ അസമയത്ത് അസ്ഥാനത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ദീനാമ്മയുടെ സ്വഭാവം നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ, ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കുമ്പിടിയിലും പ്രാർത്ഥനയിലും ദൈവമേ കരുണയുണ്ടാകണം. ഇങ്ങനെയുള്ള ദീനാമ്മമാർ ഞങ്ങളുടെ കുടുംബത്തിലും കാണും. അതിന് ഫലമായി ഞങ്ങളും ഞങ്ങളുടെ മക്കളിലുമൊക്കെ ആ സ്വഭാവങ്ങൾ കാണും. അത് അടുത്ത തലമുറയിലേക്ക് വിടരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മുടെ കുമ്പിടിയിലും പ്രാർത്ഥനയും ഉതകട്ടെ. അടുത്തത് 2 ശമൂവേൽ 16 അധ്യായത്തിൽ 5 മുതൽ 12 വരെയുള്ള ഒരു ഭാഗത്ത് ദാവീദിൻ്റെ മകൻ ദാവീദിനെ സിംഹാസനത്തിൽ ഇറക്കി വിട്ട് അപ്പനും മോൻ തമ്മിൽ വഴക്ക്. അപ്പൻ ചെരുപ്പ് പോലും ഇടാതെ കരഞ്ഞുകൊണ്ട് വഴിയെ നടന്നു പോകുന്നു. മോൻ രാജസ്ഥാനം കയറിയെടുത്തു. അപ്പോൾ രാജസ്ഥാനം പോയി എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ആർക്കും എന്തുകൊണ്ടെങ്കിലും ചെയ്യാമല്ലോ. ദാവീദ് ദുഃഖിതനായി, നിസ്സഹായനായി, നിരാശനായി വഴിയെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരാൾക്കൊന്ന് ചീത്ത വിളിക്കണമെന്ന് തോന്നി. ഇപ്പം ചീത്ത വിളിച്ചാൽ അവനൊന്നും ചെയ്യുകയെന്നറിയാം. അപ്പോൾ കൂടെ നടന്നവൻ അത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ യജമാനെ ക്ഷമയെ ശവിച്ചുകൊണ്ട് വരുന്നു, ഞാനവനെ ഒറ്റയടിക്കാൻ കൊല്ലട്ടെ, അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ദാവീദ് ആ കാര്യം ദൈവത്തെ അറിയിച്ചു. ശിമെയിയുടെ അമിതമായ ക്രോധം അതിൻ്റെ പുറയിൽ ദൈവവും കൂടി ഉണ്ടെന്ന് ദൈവമാണ് പറഞ്ഞത്. മനസ്സിലായോ? ചിലർക്ക് വിരോധം തോന്നുന്നതിൻ്റെ പുറയിൽ ദൈവം കൂടെ പറഞ്ഞിട്ടാണ് വിരോധിക്കാൻ പറയും. അതും പ്രാർത്ഥിച്ചാൽ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ശിമെയിക്ക് ദാവീദിനോട് വെറുപ്പ് തോന്നാൻ കാര്യം എന്താ? ദാവീദിൻ്റെ കൂടെ ശാപമുണ്ട്. ശപിക്കപ്പെട്ടവനെ നീയും വെറുത്ത് അവനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ദൈവത്തിൻ്റെ കോപം അറിയിക്കുവാൻ വേണ്ടി വഴിയെ പോയ ഒരുത്തിൻ്റെ കോപം ഉണ്ടാക്കി. അപ്പോൾ നമ്മളോട് ആരെങ്കിലും കോപിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കോപം തന്നെ ആകാം. അത് ചോദിച്ചാലേ അറിയുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ അവൻ തന്നെ എന്നോട് കോപിക്കാൻ കാര്യം. നമ്മുടെ അയൽവക്കംകാർ നമ്മളൊരു ദോഷവും ചെയ്യാതെ നമ്മളോട് പ്രതികാരത്തോടെ വരികയും നമ്മളെ വിഷമിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിരോധം തോന്നാം. ആ വിവരം ആരെ അറിയിക്കണം? കർത്താവേ ദേണ അയൽവക്കംകാരെ ഞങ്ങളെ വിഷമിപ്പിക്കുന്നു, വഴിക്കുന്നു, ദുഷിക്കുന്നു, എതിലേ പോയാൽ മുമ്പിൽ കിടന്ന് കളിക്കുന്നു, ഞങ്ങളെ വിഷമിപ്പിക്കുന്നു, എന്നാ ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിക്കണം. അപ്പോൾ നിങ്ങളുടെ കുറേ ശാപങ്ങൾ കിടന്ന് കളിക്കുന്നുണ്ട്, അവരതിലേക്ക് ഓടും, കുറേ ഒന്നും മിണ്ടണ്ട, ഞാനും കൂടെ പറഞ്ഞിട്ടാ അത്. അപ്പം ദാവീദിൻ്റെ ശാപം മാറ്റി ദാവീദിനെ ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനായി കർത്താവിന് വളർത്തിയെടുക്കാൻ ഈ ശത്രുക്കളെയും ദൈവം ഉപയോഗിക്കുകയാണ്. ആ കാര്യം അറിഞ്ഞിരിക്കും. അപ്പം ദാവീദ് ആ കാര്യം
ഉടനെ വേറെ ആരെ അറിയിച്ചു, പിതാവെ ഏതാണ്ട് ഒരുത്തൻ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്നു, മോനെ നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ അവനെ ചീത്ത വിളിക്കാൻ പറഞ്ഞിരിക്കുക. നീ അപ്പോൾ ആ കൂട്ടുകാരനോട് എന്നാ പറഞ്ഞേ, യഹോവ കൽപ്പിച്ചിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കുന്നത്, അവൻ പറഞ്ഞോട്ടെ, അവൻ്റെ പണി അവൻ ചെയ്തോട്ടെ, എനിക്കിതൊക്കെ വരേണ്ടതാണ്, ഇത് ചെറുതാ, എൻ്റെ മോനെ എന്നെ ഇറക്കി വിട്ടിരിക്കുന്നത്, അത്രയേ ഉള്ളില്ലല്ലോ, എൻ്റെ സ്വന്തം മോൻ എന്നെ ഇറക്കി വിട്ടിരിക്കുക, അത്രയേ ഇല്ലല്ലോ, ഇത് ചെയ്യാവുന്നൊക്കെ ചെയ്യട്ടെ, എൻ്റെ അശുദ്ധി അതിൽ ഞാൻ കുറയുമ്പോൾ പോകട്ടെ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അശുദ്ധരും ശപിക്കപ്പെട്ടവരുമാണെന്ന് ബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇന്നത്തെ കർത്താവിൻ്റെ ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള ഭാഗം പഠിക്കണമെങ്കിൽ ഈ പശ്ചാത്തലം പഠിച്ചെങ്കിലേ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ കുഷ്ഠരോഗം എല്ലാവർക്കും ഉണ്ട്, ഇന്നലെ നമ്മൾ പഠിച്ചു. നിഗളത്തിലൂടെ വന്ന കുഷ്ഠരോഗം, അഹങ്കാരത്തിൽ കൂടെ വന്ന കുഷ്ഠരോഗം, അസൂയയിൽ നിന്ന് വരുന്ന കുഷ്ഠരോഗം, മിരിയാമിൻ്റെ കുഷ്ഠം, ഉസിയ രാജാവിൻ്റെ കുഷ്ഠം, നയമാൻ്റെ കുഷ്ഠം, ഗേഹസിക്ക് വന്ന കുഷ്ഠം, ഇങ്ങനെ വരും പലതരം കുഷ്ഠങ്ങളിലുള്ളവരാണ് നമ്മളെല്ലാവരും. ഏതെങ്കിലും ഒരു ഇനത്തിൽ കാണും. അത്യാഗ്രഹം, മോഷണം, അഹങ്കാരം, അസൂയ, ധിക്കാരം, ഇതൊക്കെ ഇല്ലാത്തവരാരും ഇല്ല. എല്ലാവർക്കും കുറേശ്ശെ കാണും, ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ഫലമായി നമ്മൾ നമ്മുടെ പൂർവ്വരും കൂടെ ആ അനേക തലമുറകളിലേക്ക് ഈ ശാപങ്ങൾ കടത്തിവിട്ടിരിക്കുക. നമ്മിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകാതിരിക്കാനാണ് കല്യാണം മുടക്കുന്നതും പിള്ളേരെ മുടക്കുന്നതും. അത് സന്തോഷിക്കണം. ഒരു കല്യാണം കഴിച്ചിട്ട് അത് പിരിഞ്ഞു പോയെങ്കിൽ വലിയ കാര്യം. അടുത്ത തലമുറയിലേക്ക് ശാപം പോകാതിരിക്കാനും കഴിഞ്ഞ തലമുറയുടെ ശാപം തീർക്കാനും അങ്ങനെ ഒരു ദുഃഖം തന്നതാണ്. അങ്ങനെ അത് ദൈവം കൽപ്പിച്ചിട്ടാണെന്ന് വിചാരിച്ചു. എന്താ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് പിള്ളേരുണ്ടാകാതിരിക്കുന്നെങ്കിൽ അതിനും നന്ദി പറയണം. എന്താ കാര്യം? അടുത്ത തലമുറയിലേക്ക് ഈ ശാപം പോകാതിരിക്കാൻ കർത്താവ് ബ്ലോക്ക് ചെയ്തതാണ്. കർത്താവിന് ഗർഭം അടയ്ക്കാനും തുറക്കാനും അറിയാം. അതിനെവിടെ അധിഷ്ഠാനമെന്നറിയാമോ? റിബേക്കയുടെ ഗർഭം അടയ്ക്കുകയും ചെയ്തു, തുറക്കുകയും ചെയ്തു. 40-ാം വയസ്സ് കല്യാണം കഴിച്ച് 60-ാം വയസ്സിലാണ് കൊച്ചുണ്ടായത്. 20 കൊല്ലം കർത്താവിന് അടച്ചു. എന്താ അതിനൊക്കെ ഉദ്ദേശമുണ്ട്. എന്ത് സംഭവിച്ചാലും കർത്താവിനോട് പറയണം, കർത്താവ് എന്താ കാര്യം? അതെനിക്ക് കാര്യമുണ്ട്, ഇതെന്നെ കാര്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. അങ്ങനെ ഏത് കാര്യവും പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിക്കാമെങ്കിൽ എന്തിൻ്റെ ഉദ്ദേശം എന്നാന്ന് മനസ്സിലാവും. അതിനെ നമുക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്ത് സന്തോഷിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പലതരത്തിൽ അശുദ്ധികളും ശാപങ്ങളും വന്നിട്ടുണ്ട്. അമിതമായ മമതകൾ, ബന്ധനങ്ങളായി മാറിയത്, ഈ ശാപങ്ങൾ, ഈ അശുദ്ധികൾ എല്ലാ തലമുറയിലും ഉണ്ടെന്നുള്ളത് സത്യം അംഗീകരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നത് ഇന്ന ശാപം ഇന്ന വഴിയെ കൂടെ വന്ന് നിൽക്കുക അടുത്ത തലമുറയിലേക്ക് പോകാൻ. അത് മാറിയിട്ട് നിനക്കൊരു കുഞ്ഞുണ്ടായാൽ മതി, അത് മാറിയിട്ട് നീ കെട്ടിയാൽ മതി, അതുവരെ നീ എത്ര പ്രായമായാലും എനിക്ക് യൗവനം പുതുക്കി തരാൻ സാധിക്കും. അബ്രഹാമിന് 100 വയസ്സ് വരെ കൊച്ചിനെ കൊടുക്കാൻ താമസിപ്പിച്ച് എന്തിനാ? അമോര്യരുടെ ആക്രമണം തീർന്നിട്ടില്ല. അമോര്യരുടെ ആക്രമണം, അശുദ്ധികൾ, കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഒത്തിരി അശുദ്ധികൾ അടുത്ത തലമുറയിലേക്ക് പോകാൻ നോക്കി നിന്നപ്പോൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി വളർത്തപ്പെടാൻ, ഉയർത്തപ്പെടാൻ കഴിഞ്ഞ തലമുറയുടെ ശാപം തീർക്കാൻ വേണ്ടിയാണ് 100 വയസ്സ് വരെ നീട്ടിക്കൊണ്ടുപോയത്. സാറായുടെ ആയുസ് 90 വയസ്സ് വരെ നീട്ടിക്കൊടുത്തതും ഈ അശുദ്ധികളെല്ലാം മാറിയിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇസ്ഹാക്കിനെ കിട്ടാൻ വേണ്ടിയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഇസ്ഹാക്ക് യേശുവിൻ്റെ മുൻകുറിയായി പഴയ നിയമത്തിൽ ശോഭിക്കുന്നു. അബ്രഹാമിനെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പേരിൽ ദൈവം അറിയപ്പെടാൻ കാരണം അവർ ഒത്തിരി ശുദ്ധീകരണത്തിന് വിധേയരായതുകൊണ്ടാണ്. അവരെല്ലാം ബലഹീനരായിരുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബൊക്കെ സാധാരണ മനുഷ്യർ. പക്ഷേ അവർ ദൈവത്തെ അനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നാശനഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും സങ്കടങ്ങളെയും അവർ ശരിക്കും പ്രയോജനപ്പെടുത്തിയവരാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ ദൈവത്തിൻ്റെ ഏജന്റന്മാരായി അറിയപ്പെടുന്നത്. നമുക്കും നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ എന്തെല്ലാം അശുദ്ധി ഉണ്ടെങ്കിലും എന്തെല്ലാം ബലഹീനത വന്നാലും കർത്താവ് കരുണയുള്ളവനാണെന്നുള്ളതാണ് ഇന്നത്തെ നമുക്ക് നയിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ലൂക്കോസ് 6:36 നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുകയും. അവൻ സൽഗുണപൂർണ്ണരായിരിക്കുന്ന പോലെ നമ്മൾ സൽഗുണപൂർണ്ണരാകാൻ വേണ്ടി നമ്മുടെ അശുദ്ധികളും ശാപങ്ങളും ബന്ധനങ്ങളും എല്ലാം യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി കർത്താവ് പലരോട് പലത് കൽപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലായാൽ നമുക്ക് സന്തോഷത്തോടെ സഹിക്കാൻ സാധിക്കും. യേശു അരുളി ചെയ്തു, കേൾവിക്കാരായ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും. ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ശത്രുക്കളോട് മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. ഏറ്റവും അധികം ശത്രുക്കളുള്ളത് ആർക്കാണെന്നറിയോ? പിതാവായ ദൈവം തമ്പുരാനാണ്. സൽഗുണപൂർണ്ണനായ സർവശക്തനായ പിതാവായ ദൈവം തമ്പുരാനാണ് ഏറ്റവും അധികം ശത്രുക്കളുള്ളത്. അതെന്താ കാരണം? ചിറകുള്ളടത്തേക്ക് മറിക്കുന്ന കരൂപിനെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടെ, എല്ലാ കഴിവുകളോടും കൂടെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. നവരത്നങ്ങൾ, പൊന്നുംകുടം,
സുന്ദരൻ, ബുദ്ധിമാൻ, ഇതെല്ലാം കൂടി ആ കർത്താവിൻ്റെ എല്ലാ കാര്യവും ഇവനെ കൊണ്ട് നടത്തി കഴിഞ്ഞു. അവൻ അഹങ്കാരിയായി, ധിക്കാരിയായി. എല്ലാം എന്നെ കൊണ്ട് ചോദിക്കാൻ അവനെ ഈ കസേരയോടെ ഇയാൾക്ക് മാറിയിരുന്ന കൂടെ എന്നായി. അഹങ്കാരമായി ഇറക്കി വിട്ടു. അവനെ കത്തിച്ച് കളയാൻ തീരുമാനമായി. അപ്പോൾ പിതാവായ ദൈവത്തമ്പുരാന് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഏദൻ തോട്ടത്തിലെ ആദിവാസിയായി ആദ്യം അവനെ അവിടെയാണ് ആക്കിയിരുന്നത്. അവൻ ശത്രുവായി പോയി. അവൻ വേറെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മാലാഖമാരെ പഴിപ്പിച്ചു. 33 കോടി മാലാഖമാരെ പിശാചുക്കളായെന്നാണ് പറയുന്നത്. 30 കോടി. അപ്പോൾ അത്രയും പേരെ ശത്രുക്കളാക്കിയപ്പോൾ പിതാവിന് കോടിക്കണക്കിന് ശത്രുക്കളുണ്ട്. അവരെല്ലാം പിശാചുക്കളായ ദൈവത്തിൻ്റെ പദ്ധതിക്കെല്ലാം എതിര് നിൽക്കുക. അവർ വലിയ രാജ്യം സ്ഥാപിച്ച് എല്ലാ ദൈവപദ്ധതിയെ എതിർത്തുകൊണ്ടിരിക്കുക. കത്തിക്കേണ്ടതിന് പകരം നിങ്ങൾ ഭരിച്ചോടാനാണ് പറയുന്നത്. നോക്കണം. അപ്പോൾ കർത്താവ് ഉദ്ദേശിച്ച കാര്യം അവരെ കൊണ്ട് നടക്കുന്നില്ല. അവരുടെ ആഗ്രഹം സാധിക്കാൻ അവരെ വിട്ടുകൊടുക്കുക. അവരെ ഉപയോഗിച്ച് മനുഷ്യനെ ശുദ്ധീകരിക്കാൻ കർത്താവ് തീരുമാനിച്ചു. കർത്താവ് ഈ പിശാചുക്കളുടെ ദുഷ്ടതയും ക്രൂരതയും കണ്ടോ? എൻ്റെ മാലാഖമാരായിരുന്നവരെ പിഴച്ചു പോയപ്പോൾ അവരിങ്ങനെയായി. നീ പിഴച്ചു പോയാൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് പിഴയ്ക്കണ്ട, എനിക്ക് കർത്താവ് മതി, ദൈവേഷ്ടം മതി എന്ന് പറയിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് ഇനി പിശാചാകാതിരിക്കാൻ വേണ്ടി നല്ലതായത്. സ്വർഗത്തിലെ മാലാഖമാർ പിശാചായെങ്കിൽ കർത്താവേ നീ എന്നെ സ്വർഗത്തിൽ കൊണ്ടാക്കിയിട്ട് ഞാനൊരു പിശാചായ അത് എന്തൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് എനിക്ക് പിശാചാകണ്ട, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ പൈതലായാൽ മതി. ദൈവേഷ്ടം ചെയ്യുന്നവർ ദൈവത്തിൻ്റെ മക്കളായിട്ട്, ദൈവവചനം കേൾക്കുന്നവർ ദൈവത്തിൻ്റെ ദത്തുമക്കളായി ഉയർത്തപ്പെടുമെന്നാണ് യോഹന്നാൻ 1:12 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ടാണ് കർത്താവ് അത്രയ്ക്ക് മിടുങ്ങനാണ്. ദൈവം തമ്പുരാൻ അത്രയ്ക്ക് മഹാമനസ്കനും ബുദ്ധിമാനുമായി എന്തിനേയും പ്രയോജനപ്പെടുത്തിയിട്ടേ കളയുള്ളൂ. കത്തിച്ച് കളയാണ്ടിരിക്കുന്ന പിശാചുക്കളെ പോലും കർത്താവ് ശരിക്ക് മുതലെടുക്കുക, എന്നാൽ നമ്മളെ സൽഗുണം പഠിപ്പിക്കാൻ. ദുർഗുണരായി തീർന്നവരെ സൽഗുണം പഠിപ്പിക്കുന്ന ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതാണ് കർത്താവിൻ്റെ പരിപാടി. അപ്പോൾ ഏതെങ്കിലും ദുഷ്ടതയോ കാണുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് ഇത് വേണ്ട, എനിക്ക് ഗതികേട് വരല്ലേ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നീ പറയുന്നത് കേട്ടോളാം എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധി കിട്ടും, കർത്താവിൻ്റെ മക്കളായി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും അധികം ശത്രുക്കളുള്ള പിതാവിൻ്റെ മകനും ശത്രുക്കൾ ധാരാളം ഉണ്ടായോ? കർത്താവ് എന്ന് ഉപകാരം മാത്രമേ ചെയ്തുള്ളൂ. 3.5 കൊല്ലം കൊണ്ട് എത്ര ലക്ഷം പേരുടെ തലയെ കൈവച്ചു, എത്ര ലക്ഷം പേര് സുഖം പ്രാപിച്ചു, എത്ര 1000 കണക്കിന് പേര് ആഹാരം കഴിച്ചു, എത്ര പേർക്ക് സന്തോഷം കിട്ടി, എത്ര പേർക്ക് ആശ്വാസം കിട്ടി. എന്നിട്ട് കുരിശിന് ചുവട് നിൽക്കാൻ വല്ലതും ഉണ്ടായിരുന്നു? ഒരു യോഹന്നാനും 3-4 സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കിട്ടിയതും കൊണ്ട് നടന്നു തന്നു. അവരെല്ലാം ശത്രുക്കളായിപ്പോയി. പ്രിയപ്പെട്ട ശിഷ്യന്മാരും ശത്രുക്കളായി. ഒരു യോഹന്നാൻ മാത്രം അവശേഷിച്ചു. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, ഇത് കർത്താവെ നിനക്ക് കിട്ടിയ അനുഭവം എനിക്ക് വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. കർത്താവിന് കിട്ടുന്ന അനുഭവത്തിന് പങ്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. എന്താ? കർത്താവിൻ്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് പൂരിപ്പിക്കുക. അങ്ങനെ യേശുവിൻ്റെ ജീവിത പങ്കാളിയാകാനുള്ള ട്രെയിനിങ് കോളേജിലെ സിലബസിൽ പെട്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പൻ്റെ സ്വഭാവം മരുമകൾക്കും വേണ്ടേ? അപ്പൻ്റെ സ്വഭാവം മോനുണ്ട്, മോൻ്റെ സ്വഭാവം പരിശുദ്ധാത്മാവിനുണ്ട്. പിതൃത്വ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുടുംബത്തിൽ നമ്മൾ ബന്ധുവായി അല്ലെങ്കിൽ ജീവിത പങ്കാളിയായി കയറി വരുമ്പോൾ ആ സ്വഭാവമെല്ലാം നമുക്കും വേണ്ടേ? അതിനുവേണ്ടിയാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ ആ സ്വർഗത്തിലെ കുടുംബത്തിലെ മരുമകളായി ദത്തുമകളായി കയറി ചെല്ലേണ്ട നമുക്ക് ഈ സ്വർഗത്തിൻ്റെ അനുഭവം എല്ലാം വേണം. എങ്കിലേ നമുക്ക് ഭാവിയിൽ ഈ ദൈവത്തോടത്ത് കൂട്ടുവേല ചെയ്യാൻ. അതുകൊണ്ട് ശത്രുക്കൾ വേണ്ടേ? ശത്രുക്കളെ അനുഗ്രഹിക്കണം, ശത്രുക്കൾക്ക് ആഹാരം കൊടുക്കണം. അതിനുള്ള അവർക്ക് ആഹാരപാനീയങ്ങൾ കൊടുക്കാനുള്ള സമ്പത്തും കൂടെ നമുക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പഴയ നിയമത്തിലെ ഇസ്ഹാക്ക് കാണിച്ചു കൊടുത്തു. തന്നെ ഉപദ്രവിച്ചവരും തന്നെ പരിഹസിച്ചവരും തൻ്റെ കിണറെല്ലാം അപഹരിച്ചുകൊണ്ട് പോയവരും അവസാനം വന്നപ്പോൾ അവർക്ക് സദ്യ കൊടുത്ത് സമാധാനം ഉടമ്പടി നടത്തി വിട്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെ ദേഷിക്കുന്നവരെ നന്മ ചെയ്യുവീൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചേട്ടത്തടിച്ചാൽ മറ്റേ ചേട്ടും കൂടെ കാണിച്ചു കൊടുക്കുവിൻ, പുറംകുപ്പായ എടുക്കുന്നവൻ അകങ്കുപ്പായം കൂടെ കൊടുക്കുവിൻ, ചോദിക്കുന്ന ഏവനും കൊടുത്തേരെ, നിങ്ങളുടെ വസ്തുവകൾ അപഹരിക്കുന്നവരോട് തിരികെ ചോദിക്കുകയേ വേണ്ട. ഈയൊക്കെ പറയാൻ കാരണം ഇത് പൂർണ്ണമായിട്ട് അനുസരിച്ചാൽ ഇത് ആർക്ക് ചെയ്തെന്നാണ് വരുന്നത്? കർത്താവിന് കൊടുത്തുന്നാണ്, അല്ല ശത്രുവിന് കൊടുത്തെന്നല്ല. കർത്താവ് നമ്മളെ കൊണ്ട് ശത്രുവിന് കൊടുപ്പിച്ചിട്ട് അവനിലേക്ക് നമ്മുടെ കുറേ അശുദ്ധി കളയുക. നമ്മൾ കെട്ടിക്കിടക്കുന്ന അശുദ്ധി പോകാൻ ഇത് നല്ല മാർഗമാണ്. നമുക്ക് വിശുദ്ധരാകാൻ ആഗ്രഹമാണെങ്കിൽ ഇത് നല്ലൊരു സുവർണാവസരമാണ്. ഈ കൊതുകിനെയും മൂട്ടയൊക്കെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നറിയാമോ? കൊതുകിനും മൂട്ടയ്ക്കും വേണ്ടത് രക്തമാണ്. പക്ഷെ നല്ല രക്തം കിട്ടുമോ? തൊലിപ്പുറത്തെ അശുദ്ധ രക്തം കിട്ടുകയുള്ളൂ. കന്നട്ടയ്ക്ക് നമ്മുടെ രക്തം കുടിക്കാൻ വലിയ കൊതിയാണ്. ആ കന്നട്ടയെ കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ അസുഖം, രക്തദൂഷ്യങ്ങളുള്ള കണ്ണ്
സുഖപ്പെടുത്താൻ പഴയ കാലത്തിൽ കണ്ണുവൈദ്യന്മാരെ ഉപയോഗിക്കുമായിരുന്നു. കണ്ണ് സുഖപ്പെടുത്താനൊന്നുമല്ല കണ്ണാട്ട രക്തം കുടിക്കുന്നത്, അതിൻ്റെ സ്വഭാവം അത്. അതിനെ ശരിക്കും മുതലെടുക്കുക. അപ്പം ഇങ്ങനെ നമ്മളെ അപഹരിക്കുന്നവരുടെ ഉള്ളിൽ പിശാചുണ്ട്. പിശാചിനെ കൊണ്ട് നമുക്ക് വേണ്ടാത്തവരെ കൊണ്ട് എടുപ്പിക്കാം. മിച്ചം വരുന്നിടത്ത് നമ്മളുടെ അശുദ്ധ രക്തം പോയാൽ കഴിഞ്ഞാൽ നല്ല രക്തം കർത്താൻ തരാൻ സ്വർഗത്തിൻ്റെ ബ്ലഡ് ബാങ്ക് ഉണ്ട് താനും. അപ്പോൾ ഈ പറഞ്ഞ വചനപ്രകാരം ആരെങ്കിലും നമ്മളെ അപഹരിക്കുകയോ നമ്മളെ പരിഹസിക്കുകയോ നമ്മളോട് ശത്രു കാണിക്കുകയോ ചെയ്താൽ കർത്താവേ തേണ്ട ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമ്മാനം, എൻ്റെ കുറേ അശുദ്ധി അതിലേക്ക് അങ്ങ് കടത്തി വിട്ടേക്കാൻ പറയും. അപ്പോൾ നമ്മൾ ക്ലീനായി. അപ്പോൾ നമ്മളെ ക്ലീനാക്കാൻ ഇവരെ എല്ലാം ഇട്ടിരിക്കുക. അവരെ കത്തിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പണിയെങ്കിലും ചെയ്യിപ്പിച്ച് വിട്ടാൽ നല്ല കാര്യമല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും, ആര് പിണങ്ങിയാലും ആരിണങ്ങിയാലും, ആര് കോപിച്ചാലും കർത്താവെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നീ അനുവദിച്ചില്ല, ഞാൻ അനുവദിച്ചിട്ടാ അത്, അതിനോട് ഇന്ന ഗുണമുണ്ട്, സ്തോത്രം പറഞ്ഞു, അത് സന്തോഷിക്കാൻ സാധിക്കും. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കും. സമയം പോയിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, സൽഗുണപൂർണനായ കരുണാപൂർണനായ പിതാവിൻ്റെ ദത്തുമകളാകുവാൻ, സ്നേഹവാനായ കർത്താവിൻ്റെ മണവാട്ടിയാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമാകുവാൻ, പിതൃവൃത്ത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് തരുവാൻ, ദൈവത്തിൽ നിന്ന് അന്യംപെട്ട് അകന്നുപോയി ശത്രുക്കളായി പോയവരെ ഭൂമിയിൽ ഇട്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. അതിനെല്ലാം പ്രാർത്ഥനയിലൂടെ നിന്നെ അറിയിച്ച് നിൻ്റെ ഉദ്ദേശപ്രകാരം ജീവിപ്പാൻ സഹായിക്കണമേ. ദീനാമ്മയുടെ സ്വഭാവം ഞങ്ങൾക്കൊണ്ട് ഞങ്ങളത് മാറ്റിത്തരണം. അതുപോലെ ക്ഷമയെ പോലെ ഞങ്ങൾ പലരെ പരിഹസിക്കുകയോ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങളിലേക്ക് അവരുടെ അശുദ്ധിയാണ് വരാൻ പോകുന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ പ്രതികാരത്തിന് പോയാൽ ശത്രുവിൻ്റെ ആയുധമായി മാറും. ദാവീദിനെ പോലെ തനിക്ക് വ്യഭിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ശാപം തൻ്റെ കുടുംബത്തിലുള്ളപ്പോൾ ജീവകാലം മുഴുവൻ നിന്റെ കുടുംബത്തിൽ വാളുണ്ടായിരിക്കും, ശത്രുത നീ അനുഭവിക്കേണ്ടി വരും, നീ രഹസ്യമായി ചെയ്തത് പരസ്യമായി നിന്റെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞത് ദാവീദിന് ഓർമ്മയുണ്ടായിരുന്നുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കാനാണ് എൻ്റെ മകൻ എനിക്കെതിരായത്, എന്നെ പരിശുദ്ധനാക്കാൻ വേണ്ടിയാണ് ക്ഷമയെ എന്നെ ശവിച്ചുകൊണ്ട് വന്നത്, ഇതെല്ലാം എൻ്റെ അനുഗ്രഹത്തിലാണെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ദാവീദിന് മനസ്സിലായി. ദാവീദ് കൊലപാതകനും ദാവീദ് വ്യഭിചാരിയുമായെങ്കിലും താനത് അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി തന്നെ ശേഷിച്ച കാലം മുഴുവനും താൻ കുരിശിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ച് സങ്കീർത്തനങ്ങൾ എഴുതി എല്ലാ തലമുറയിലെയും കുരിശനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കത്തക്ക നല്ല വചനങ്ങളുണ്ടായി. അതെല്ലാം അനേകർക്ക് വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും വർദ്ധിപ്പിച്ച് ഹൃദയപ്രകാരമുള്ള ഹൃദയം ഞങ്ങൾ വളർത്തിയെടുത്ത് കർത്താവിനോട് പൊരുത്തമുള്ളവരായി പൊരുത്തമുള്ള മണവാട്ടിയായി തീരുവാൻ ഈ നോയമ്പിനെയും ഇതിന് സകല അനുഭവങ്ങളെയും പ്രയോജനപ്പെടുത്താൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്